ഇന്ന് ശ്രീ ജയാനന്ദ പ്രഭുവിൻ്റെ തിരോഭാവ ദിവസമാണ്. അദ്ദേഹം ശ്രീല പ്രഭുപാദ്ജിയുടെ ശിഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ തിരോഭാവ ദിവസം ശ്രേഷ്ഠരായ വൈഷ്ണവരുടെ തിരോഭാവ ദിവസം ആചരിക്കുന്നത് പോലെ തന്നെ ആചരിക്കണമെന്ന് ശ്രീല പ്രഭുപാദ്ജി പറഞ്ഞിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ഭക്തിയിൽ പുരോഗമിക്കാൻ സാധിക്കും. ജയാനന്ദ പ്രഭു അമേരിക്കയിലാണ് ജനിച്ചത്. ജിം കോർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വളരെ മിടുക്കനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയിരുന്നു. പുറമേ അദ്ദേഹം ജീവിത വിജയം കൈവരിച്ചതായി കാണപ്പെട്ടുവെങ്കിലും ഉള്ളിൽ അദ്ദേഹത്തിന് വിഷമവും ശൂന്യതയും അതൃപ്തിയും ഒക്കെ അനുഭവപ്പെട്ടു. അങ്ങനെയിരിക്കെ 1967 അദ്ദേഹം സാൻ ഫ്രാൻസിസ്കോ പേപ്പറിൽ കടൽ കടന്നു വന്ന് ഈശ്വരൻ്റെ തിരുനാമം പ്രചരിപ്പിച്ച ഒരു ഇന്ത്യൻ സ്വാമിയെക്കുറിച്ച് വായിച്ചു. അത് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് പ്രചോദനം തോന്നി അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തു. ആ ഇന്ത്യൻ സ്വാമി ശ്രീല പ്രഭുപാദ്ജി ആയിരുന്നു. ജയാനന്ദ പ്രഭുപാദ്ജിയുടെ ക്ലാസ്സുകൾ നിരന്തരമായി പങ്കെടുക്കാൻ തുടങ്ങി. ചില ദിവസങ്ങളിൽ അദ്ദേഹം മാത്രമായിരുന്നു പ്രഭുപാദ്ജിയുടെ രാവിലത്തെ ആ ക്ലാസ്സൊക്കെ പങ്കെടുത്തുകൊണ്ടിരുന്നത്. പ്രഭുപാദ്ജി അദ്ദേഹത്തെ വളരെയധികം സ്നേഹിച്ചിരുന്നു. പ്രഭുപാദ്ജി അദ്ദേഹത്തിന് പ്രസാദമൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു. അങ്ങനെ ഒരു ദിവസം പ്രഭുപാദ്ജി അദ്ദേഹത്തെ ശിഷ്യനായി സ്വീകരിച്ചു, ദീക്ഷ കൊടുത്തു, ജയാനന്ദ എന്ന പേര് നൽകി. ജയാനന്ദ പ്രഭു വളരെ ഉത്സാഹത്തോടെ എല്ലാ സേവനങ്ങളും ചെയ്തിരുന്നു. അദ്ദേഹം പ്രസാദത്തെ വളരെ ബഹുമാനിച്ചിരുന്നു. പ്രസാദം ഉണ്ടാക്കാനും അത് കഴിക്കാനും ഒരുപാട് പേർക്ക് പ്രസാദ വിതരണം ചെയ്യാനും അദ്ദേഹം വളരെ ഉത്സാഹം കാണിച്ചിരുന്നു. പ്രസാദം താഴെ വീണാൽ പോലും അദ്ദേഹം അതെടുത്ത് കഴിക്കുമായിരുന്നു. അത്രയ്ക്ക് അദ്ദേഹം പ്രസാദത്തെ ബഹുമാനിച്ചിരുന്നു. അദ്ദേഹം നാമം ജപിക്കാനും അതുപോലെ സങ്കീർത്തനം ചെയ്യാനും ഒക്കെ വളരെ ഉത്സാഹം കാണിച്ചിരുന്നു. വളരെ ശ്രദ്ധയോടുകൂടിയും ഗഹനമായിട്ടായിരുന്നു അദ്ദേഹം നാമം ജപിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ക്വാളിറ്റി, അദ്ദേഹം വളരെ വിനയാന്വിതനായിരുന്നു. എല്ലാവരെയും അദ്ദേഹം ബഹുമാനിച്ചിരുന്നു. എല്ലാവരെയും അദ്ദേഹത്തെക്കാളും ഉയർന്നവരായും വളരെ യോഗ്യരായാണ് അദ്ദേഹം കണ്ടിരുന്നത്. പുതിയ ഭക്തരെ പോലും അദ്ദേഹം ഒരുപാട് ബഹുമാനിച്ചിരുന്നു, അവരുടെ സേവനം ചെയ്തിരുന്നു. അദ്ദേഹത്തെ പുകഴ്ത്തുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ പ്രശംസയ്ക്ക് അർഹമാണെങ്കിലും ഒരിക്കലും അദ്ദേഹം പ്രശംസ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എല്ലാ സേവനങ്ങളിലും അദ്ദേഹം വളരെയധികം പ്രഗത്ഭനായിരുന്നു. പ്രസാദം ഉണ്ടാക്കുന്നതിലും പ്രചരണം ചെയ്യുന്നതിലും വിഗ്രഹസേവയിലും സങ്കീർത്തനത്തിലും അതുപോലെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം എക്സ്പേർട്ടായിരുന്നു. അതിരാവിലെ ആദ്യം അദ്ദേഹം എഴുന്നേൽക്കും, അവസാനമാണ് അദ്ദേഹം ഉറങ്ങുന്നത്. അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന എല്ലാ സേവനങ്ങളും എത്ര തിരക്കുണ്ടെങ്കിലും ചെയ്തിരുന്നു. ഒരു ദിവസം രാധാ ദാമോദർ ട്രാവലിംഗ് സങ്കീർത്തൻ പാർട്ടിയുടെ ഡ്രൈവറായിട്ട് സേവനം ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗുണം, അദ്ദേഹം ആരുടെയും കുറ്റം കണ്ടുപിടിക്കാറില്ലായിരുന്നു. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നതിലും അത് പറയുന്നതിലും അദ്ദേഹത്തിന് തീരെ ഇഷ്ടമില്ലായിരുന്നു. മറ്റുള്ളവർ ആരുടെയെങ്കിലും കുറ്റം പറയുന്നത് പോലും കേൾക്കുന്നതും അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം ആ മുറിയിൽ നിന്ന് ഉടനെ പുറത്തു പോകുമായിരുന്നു. അദ്ദേഹം എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു. ഭക്തർക്കാണെങ്കിലും അല്ലാതെയുള്ള വ്യക്തികൾക്കാണെങ്കിലും എല്ലാവർക്കും അദ്ദേഹം വളരെ പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ശത്രുക്കളെ ഇല്ലായിരുന്നു. എങ്ങനെയാണോ യുധിഷ്ഠിര മഹാരാജാവിന് അജാതശത്രു എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് ശത്രുക്കൾ ഇല്ലാത്തത്, അതുപോലെ ജയാനന്ദ പ്രഭുവിനും ശത്രുക്കളെ ഇല്ലായിരുന്നു. അദ്ദേഹം എല്ലാവരെയും ഒരുപോലെയാണ് കണ്ടിരുന്നത്. ഭക്തരെ ആണെങ്കിലും ഭക്തരല്ലാത്തവരെ ആണെങ്കിലും എല്ലാവരെയും അദ്ദേഹം ഒരേപോലെ നോക്കിക്കണ്ടു. എല്ലാവർക്കും അദ്ദേഹം സേവനം ചെയ്യാനുള്ള അവസരം കൊടുത്തു. എല്ലാ ഭക്തരും അദ്ദേഹത്തിൻ്റെ കീഴിൽ സേവനം ചെയ്യാനും വളരെ ഉത്സാഹം കാണിച്ചു. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിരക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം ഒന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെച്ചിരുന്നില്ലായിരുന്നു. എല്ലാം അദ്ദേഹം ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് ഒരിക്കൽ $5000 കിട്ടിയ സമയത്തും അത് അദ്ദേഹം പ്രഭുപാദ്ജിക്ക് നൽകി ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കാൻ. അദ്ദേഹത്തിന് അവസാന സമയങ്ങളിൽ ക്യാൻസർ അസുഖം വന്നിട്ട് ചികിത്സയിലായിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ലഭിച്ച എമൗണ്ട് പോലും അദ്ദേഹം പ്രഭുപാദ്ജിക്ക് കൊടുത്തു, ഭഗവാന്റെ രഥയാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി. അത്രയ്ക്ക് വിരക്തിയായിരുന്നു അദ്ദേഹത്തിന്. രഥയാത്രയുടെ സേവനങ്ങൾ അദ്ദേഹം വളരെ ഉത്സാഹത്തോടു കൂടി ചെയ്തിരുന്നു. രഥം ഉണ്ടാക്കുന്നതിലും പുഷ്പങ്ങൾ ശേഖരിക്കുന്നതിലും അങ്ങനെയുള്ള പ്രസാദം ഉണ്ടാക്കുന്നതിലും എല്ലാ സേവനങ്ങളിലും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ പങ്കെടുത്തു. രഥയാത്രയുടെ സമയങ്ങളിൽ അദ്ദേഹം 3 മണിക്കൂറൊക്കെ ഉറങ്ങാറുള്ളായിരുന്നു.
അദ്ദേഹത്തിന് വയ്യാതെ കിടക്കുന്ന സമയത്തും അദ്ദേഹം അവിടെ കിടന്നുകൊണ്ട് രഥയാത്രയ്ക്കുള്ള സേവനങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു. ഓരോരോ ഭക്തരെ വിളിക്കുകയും അവർക്ക് ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അങ്ങനെ ഓരോരോ സേവനങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നു. 1977 മെയ് 1 അദ്ദേഹം ഈ ലോകം വിട്ടത്. ശാസ്ത്രങ്ങളിൽ പറയുന്നു, ഭഗവാന്റെ പരിശുദ്ധ ഭക്തർ ഭഗവാന്റെ ലക്ഷ്യത്തെ പൂർത്തീകരിക്കാൻ ഈ ലോകത്ത് വരുമ്പോൾ അവരുടെ കൂടെ അവരുടെ പാർഷദരും ഈ ലോകത്തിൽ വരും. അതുപോലെ ശ്രീല പ്രഭുപാദ്ജി ഈ ലോകത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ സേവനം ചെയ്യാൻ വന്നതാണ് ജയാനന്ദ പ്രഭു എന്ന് പറയപ്പെടുന്നു.